കുടുംബത്തിൽ ഉണ്ടാവും സ്നേഹമുള്ളവരെ. ഞാൻ ഇന്നലത്തെ ധ്യാനത്തിൽ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു ദമ്പതിമാരെൻ്റെ അടുത്ത് വന്നു, ഒരു കൗൺസിലിങ്ങിന്, കുട്ടികളും അപ്പനും അമ്മയും. അപ്പോൾ ഭാര്യ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ശരിയാവില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചേട്ടൻ പറയും, ഞാനിപ്പോൾ വരാം, നിങ്ങൾ പോയിക്കോ, ചിത്തി പണി ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ. അങ്ങനെ എന്നാൽ ശരി തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരിക്കലും പണി തീരാറില്ല, അത് വരാറില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ചെയ്യാൻ അവസാനിപ്പിക്കും. അതിനെന്താ ചെയ്യാം? അപ്പൊ ചേട്ടനുണ്ട്, ഭർത്താവുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, ഡു യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം നീ എത്ര മണിക്കാണ് ജോലിക്ക് പോണേ? 9 മണിക്ക്. 9 മണിക്ക് ജോലിക്ക് പോകും. നിങ്ങളെല്ലാവരും പോകുമല്ലോ കൃത്യസമയത്തിന്, ഇല്ലേ? അല്ലാതെ നിവൃത്തിയില്ല, ഇല്ലേ? ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കിതാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എന്തിനാ? നമുക്ക് ഇഷ്ടമുള്ളമായി ഓടിക്കാനാണോ? അല്ലല്ലോ. ഇഷ്ടമുള്ളമായി ഓടിക്കാനല്ലല്ലോ. ടു റൺ ഇൻ എ ഡിസിപ്ലിൻ. It is a responsibility to drive according to a rule which we have not laid upon, but it was made by others. എന്ന മാതിരിയാണ് കൽപ്പനകളെല്ലാം. God has given us a responsibility. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് to live a responsible life in connection with God. ആ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തോ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. ഈ റെസ്പോൺസിബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു പാളിച്ച വരുത്തുകയാണെങ്കിൽ എന്തോ ഒരു വലിയ ഒരു ഫോൾട്ടായിരിക്കും. ആണോ ഇല്ലയോ? യെസ് ഓർ നോ? Therefore you are responsible. ഇനി നേഴ്സ് എന്നല്ല, എന്ത് ജോലി ചെയ്യുന്നവരായാലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞാൻ പറയുന്നത്, we have to capture that into our family life. What is the responsibility of a husband? What is the responsibility of a mother? അതിനെ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യണം. നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് കൊണ്ട്, എൻ്റെ ഭാര്യനെ എന്ത് ചെയ്തിട്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയും. ഞാൻ പറഞ്ഞു, സഹോദര, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലവ് ഹർ ഈവൻ ഇഫ് ഷീ ഡോണ്ട് ലവ് യു, ഈവൻ ഇഫ് ഷീ ഡോണ്ട് ഡു എനിത്തിങ് ഫോർ യു. അവൾ എൻ്റെ തുണി അലക്കണില്ല, എനിക്ക് ഭക്ഷണം ശരിക്ക് തന്നില്ല, എന്നോട് ഇൻഡിഫറൻ്റ് ആണ്. ഇതൊക്കെ ആണെങ്കിലും ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലവ് ഹർ. അതാണ് ലവ് എന്ന് പറഞ്ഞാൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിലല്ല. ദാറ്റ് ഈസ് അനദർ പോയിന്റ്. നമ്മുടെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥയാണ്, ആഗോള വ്യാപകമായി നമ്മുടെ വാട്ട് ഈസ് അവർ നോർമൽ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്? ഈവൻ നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിലും നമ്മുടെ സാധാരണ ആറ്റിറ്റ്യൂഡ് എന്താ? അവരുടെ മോളില്, അവര് നമ്മുടെ മോളിലെ കല്യാണത്തിന് വന്നതാണ്, അതുകൊണ്ട് നമ്മളവിടെ പോണോട്ടോ, ഇല്ലേ? അവള് നമ്മുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് ഒരു വള ഇട്ട് തന്നത്, അതുകൊണ്ട് അവരുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് നമ്മൾ അതുപോലെ തന്നെ വള മേടിച്ചു കൊടുക്കണം. ഇവര് ദീപാവലിക്ക് നമ്മുടെ വീട്ടില് പലഹാരം കൊണ്ടുവന്ന് വന്നതാണ്, അതുകൊണ്ട് ക്രിസ്മസിനും ഈസ്റ്ററിനും നമ്മളും അവിടെ പലഹാരം കൊണ്ടുപോകണം, ഇല്ലേ? അവര് ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടോ? നമ്മൾ പോകണം, കാരണം നമ്മുടെ ബർത്ത്ഡേക്കാണ് വന്നത്. അവര് എൻ്റെ കൂടെ ജോലി ചെയ്യേണ്ട സഹോദരിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ പോകണം. ഇത് വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യണുണ്ടോ? അവർ ഇതിന് ഉപരിയായിട്ട് നമ്മൾ സ്നേഹത്തിന്റെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിതിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളൊരു കാര്യം, എൻ്റെ അനുഭവം പറയാം. അമേരിക്കയിൽ ഒരിക്കൽ ഒരു വീട്ടിലൊരു സഹോദരി അമ്മച്ചി പറയാം, തോമസ് പോളെ, ഞാനാണ് ആദ്യം നാട്ടിൽ നിന്ന് പുറത്തു വന്നത്.
അന്നൊക്കെ ഒരു നേഴ്സിന് പുറത്ത് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ എല്ലാ കൂടപ്പിറപ്പുകളെയും കൊണ്ടുവരണം, അവർക്കൊക്കെ ഒരു നിലയുണ്ടാകണം. അങ്ങനെ എൻ്റെ വിവാഹം പോലും നടത്തുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചേയില്ല. അത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം ഒന്ന് സെറ്റിലായിട്ട് വളരെ ലേറ്റായിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ചരിത്രം. അങ്ങനെ ഞാൻ എൻ്റെ 9 കൂടപ്പിറപ്പുകളെയും ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ ഈ വീട്ടിൽ താമസിപ്പിച്ച് ഞാൻ അവർക്ക് വെച്ച് വിളമ്പി കൊടുത്തു. എന്നിട്ട് അവന്റെ മോളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. ഇതാണോ ക്രിസ്തീയ സമുദായം? ഇതാണോ ദൈവരാജ്യം? ദൈവരാജ്യം എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ദൈവരാജ്യം എന്താകുന്നു? സ്നേഹരാജ്യമാണ്. വെരി സിമ്പിൾ. ഒരുപാട് തിയോളജി ഒന്നും വേണ്ട. Kingdom of God is kingdom of love because God is love. ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു രാജ്യമല്ല ദൈവരാജ്യം. അതാണ് ഈശോ കൊണ്ടുവന്ന വലിയ ഒരു ഡിഫറൻസ്. അച്ഛൻ പറഞ്ഞല്ലോ യേശുവിന്റെ യുണീക്നെസിനെ കുറിച്ച്. യുണീക്നെസിന്റെ ഇത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. ഈശോ പലരുടെ പ്രസംഗത്തിൽ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പഴയ നിയമമാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയും. ഒരു കരണം തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ ദ്വേഷിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. ഇതിലാണ് പുതിയ നിയമത്തിന്റെ കൾമിനേഷൻ, ഹൈയസ്റ്റ് ലോ, ഹൈയസ്റ്റ് ഗ്രേസ്. ഒരു നോട്ട്, ഒരു കറൻസി തരാമെന്ന് ഒരു നോട്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ നോട്ട്, ഈ ഒരു കടലാസ് കഷ്ണത്തിൽ എന്തിനാണ് എത്ര പൗണ്ട്? ഈ 20 പൗണ്ട് വില എങ്ങനെ ഇതിന് വന്നു? ആരെങ്കിലും പറയാം? ഈ കടലാസ് കഷ്ണമാണ്. ഇൻഫാക്ട് മെറ്റീരിയൽ ഇത് ഗോൾഡോ സിൽവറോ ഒന്നും അല്ല. പക്ഷെ how come this has a value of 20 pounds? ഇത് കൊടുക്കുകയാണെങ്കിൽ you receive 20 pounds. Come on. ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണല്ലേ. എങ്ങനെയാണ് ഇതിന് 20 പൗണ്ട് വില വന്നത്? ഒരു ഉത്തരമാണ് രാഷ്ട്രത്തിന്റെ എംബ്ലം ഉള്ളത്. That is not the right answer. എന്താ? The same amount of gold is kept. The same amount of gold is kept in the reserve bank. That's what you meant, അല്ലേ? Very good. ഒന്ന് കൈയടിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. കാശിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഉത്തരം അറിയാം. അപ്പൊ ഈ കടലാസ് കഷ്ണത്തിന് ഈ വാല്യൂ വന്നത്, ഇതും എഴുതിയിരിക്കുന്നത് ഇതായിരിക്കും, പേ ടു ദ ബെയറർ ഓഫ് ദീസ് 20 pounds. അതായത് ഈ ഒരു സപ്പോസ് 1 million 20 pounds-ന്റെ നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് the Reserve Bank governor should see that 1 million 20 pounds, അതായത് 20 million pounds worth gold must be kept or value must be kept in reserve. അതാണ് റിസർവ് ബാങ്ക്. അത് ഡെപ്പോസിറ്റ് ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ ഈക്വലന്റ് എമൗണ്ടിലുള്ള നോട്ട് പുറത്തേക്ക് വിടുള്ളൂ. അതുകൊണ്ടാണ് ഈ നോട്ട് കൈമാറുമ്പോൾ വാല്യൂ കൈമാറപ്പെടുന്നത്.
ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇത് പഴയ നിയമത്തിലില്ല. ആ സ്നേഹം പഴയ നിയമത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ട്? റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ല. പക്ഷെ യേശു വന്നിട്ട് എന്ത് ചെയ്തു? യേശു തന്റെ ജീവൻ ലോകം മുഴുവനും വേണ്ടി സ്നേഹത്തിന്റെ ബലിയർപ്പിച്ചുകൊണ്ട്, സ്നേഹിതർക്ക് സ്വന്തം ജീവൻ ബലി കഴിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ ബലിയിലൂടെ he made a deposit of infinite love. What he meant is, draw from me and give to others. Praise the Lord. It sounds good now, isn't it? Thank you. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരസ്നേഹം. അതാണ് ഈ കുരിശിന്റെ വഴി, ഈ നോയമ്പ് കാലഘട്ടം എല്ലാം പരസ്നേഹത്തിന്റെ എന്തെല്ലാം പ്രവൃത്തികളാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. അത് പരസ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പരസ്നേഹം. ഇത് infinite. God's love is infinite. God's love is everlasting. God's love is unconditional. എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെ ഡെപ്പോസിറ്റിൽ നിന്നും നിങ്ങൾ വാങ്ങി കൊടുക്കുക. അപ്പൊ ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഏറ്റവും എങ്ങനെയാണ് MK ഗാന്ധി മഹാത്മാഗാന്ധി ആയത്? MK ഗാന്ധിയെ സ്പർശിച്ച വാക്കിതാണ്, റെസിസ്റ്റ് നോട്ട് ഈവിൾ. ദുഷ്ടനെ എതിർക്കരുത് എന്ന യേശുവിന്റെ വാക്ക്. അത് ഹൃദയത്തിൽ തറച്ചു. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് തന്നെ അയാളുടെ മുഖത്ത് ചവിട്ടിയ ആളോട് പ്രതികരിച്ചില്ല. പ്രതികരിക്കുക എന്ന് പറയുന്നത് ശക്തിയല്ല. നമ്മളോട് ദേഷ്യത്തിൽ ഒരാൾ സംസാരിക്കുന്നു, അങ്ങനെ ചെയ്യില്ല, എന്താ സംസാരിക്കുന്നു, ഇതേമാതിരി പറയുകയാണെങ്കിലോ ഞാൻ അടിയടി. ഇത് പ്രതികരിച്ചില്ലേ? ഇതിന് ശക്തിയാണോ വീക്ക്നെസ് ആണോ? Is it our power or weakness? It is our weakness. MK ഗാന്ധി കണ്ടുപിടിച്ചത് ഒരാൾ അടിക്കാൻ മിണ്ടുന്നില്ല, മിണ്ടാണ്ടാവുമ്പോ നീ എന്താ മിണ്ടാത്തെ അടിച്ചു. അപ്പോഴും മിണ്ടില്ല. ഇത് വീക്ക്നെസ് ആണോ ശക്തിയാണോ? ഈ അറിവാണ് ക്രിസ്തു തരുന്ന അറിവ്. അവിടെ അപ്പോഴും മിണ്ടാതിരിക്കണമെങ്കിൽ അപ്പോഴും മറുകരണം കാണിച്ചു കൊടുക്കുന്നതാണ് ക്രിസ്ത്യൻ പവർ എന്ന് പറയുന്നത്. അതിന് ആത്മീയ ശക്തി വേണം. ഇന്ന് തന്നെ ഇത് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് റിയാക്റ്റീവാണ്. നമ്മൾ ഭയങ്കര റിയാക്ഷനാണ്. നിസാര കാര്യം മതി. ഈ ചായ കുടിച്ച കപ്പ് ഇവിടെ തന്നെ വെച്ചേക്കണ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യരുത്, അതൊന്ന് അടുക്കളയിൽ കൊണ്ടൊന്ന് കഴിയാൻ പോരെ. ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ രാവിലെ മുതൽ വർദ്ധിക്കായിക്കോ റിയാക്ട് ചെയ്യും. ഇത് ആദ്യം തന്നെ ആ കണ്ട ആള് മിണ്ടണ്ട എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായി. ഇനി രണ്ടാമത്തെ, ആദ്യത്തെ ആള് പറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ആള് അതൊന്നും കഴിച്ചറട്ടെ, എന്നിട്ട് മിണ്ടല്ല, ഇത് പിന്നെ പറയാം. 30 seconds silence, 30 seconds അധികം വേണ്ട. ആ മിണ്ടാൻ റിയാക്ട് ചെയ്യാനുള്ള ആ ആദ്യത്തെ ഇടുപ്പില് നമ്മൾ അവരെ പിടിക്കണം. റെസിസ്റ്റ് നോട്ട് വാട്ട് ഈസ് ഈവിൾ എന്ന് പറയുന്നതിന്റെ രഹസ്യമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യണം. അവിടെയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അർത്ഥം. നമുക്കല്ലെങ്കിൽ ആരാ ശത്രു? നമ്മുടെ ശത്രു നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. വചനമാണ്. അതിന് കൂടുതൽ ആളുണ്ട്, എന്നാലും ഇങ്ങനെയുണ്ട്. അച്ഛൻ പറഞ്ഞില്ലേ, ഒരു കട്ടിലുമ്പോൾ തന്നെയാണ് രണ്ടുപേര് കിടക്കുന്നത്, പക്ഷെ അവിടെ ഇവിടെ തിരിഞ്ഞായിരിക്കും കിടക്കുന്നത്. അപ്പൊ പരസ്നേഹം എന്ന് പറയുന്നത് നീ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിലല്ല.
ഈശോ പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? വിജാതീയനും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? ആരാ വിജാതി എന്ന് പറഞ്ഞാൽ? Who is a Gentile? വിജാതി എന്ന് പറഞ്ഞാൽ ആരാ? വിജാതീയൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരും പരിശുദ്ധാത്മാവ് കൊണ്ട് അറിയാത്തവരുമാണ്. പക്ഷെ അവനും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാം. എന്തിനു പറയുന്നു? ഒരു പട്ടിക്കും സ്നേഹിക്കുന്നവനെ സ്നേഹിക്കാം. എന്തിനാണ് വലിയ വലിയ പട്ടികളെ വളർത്തുന്നത്? എന്നിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്. എന്തിനാണ് പട്ടിയെ വളർത്തുന്നത്? ഈ പട്ടിയെ വൈകുന്നേരം അഴിച്ചുവിടും. പിന്നെ ആ കോമ്പൗണ്ടിൽ ആര് കിടന്നാലും പട്ടി അവനെ കടിക്കും. പക്ഷേ പട്ടി ആരെ കടിക്കില്ല? ചോറ് കൊടുക്കുന്ന യജമാനെ കടിക്കില്ല. കാരണം പട്ടിയെ സ്നേഹിക്കുന്നവനെ പട്ടി സ്നേഹിക്കും. പട്ടിക്ക് പറ്റാത്തത് എന്താണ്? ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫാക്കൽറ്റിയെ നമ്മൾ ഉപയോഗിക്കാൻ പട്ടിക്ക് ആത്മാവില്ല. പട്ടിയുടെ ഈ അവസ്ഥയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പട്ടിയെ നമ്മൾ അപ്പോ എന്ന പോലെ ശത്രു ഒരു വിജാതീയനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റും, പക്ഷെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മുടെ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ